കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി എന്തു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒരു ഭരണകർത്താവിനെ വിലയിരുത്തുന്നത്. കേരള സർക്കാരിൻ്റെ കൃത്യമായ നിലപാടെന്താണെന്നുള്ളൊരു ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞ എന്താണ്? ഈ വിദ്യാഭ്യാസ മന്ത്രി പറയേണ്ട വിഷയമല്ല ഇത്. ജനങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കേണ്ട വിഷയമല്ല ഇത്. ഒരു മുഖ്യമന്ത്രി അറിയാതെ കണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ വാശി പിടിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അല്ലല്ല, വെറുതെ സല്യൂട്ട് മാത്രം വാങ്ങിയാൽ പോരാ. വെറുതെ അകമ്പടി വാഹനങ്ങളുടെ വലിയ നിര വിന്യസിച്ചാൽ മാത്രം പോരാ. ആരാണ് സല്യൂട്ട് നൽകുന്നത്? ഏത് അകമ്പടി വാഹനത്തിന്റെ നിരയാണ് വരുന്നത്? ആ കൂട്ടർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഏറ്റവും പരമപ്രധാന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. കാരണം മുഖ്യമന്ത്രിയിലാണ് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ ഉള്ളത്, അദ്ദേഹത്തിന്റെ വകുപ്പാണ് എന്നതുകൂടാതെ. അതിനുള്ള മറുപടി വളരെ സിമ്പിളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി ഈ വിവരങ്ങൾ വിശദീകരിച്ചാൽ മുഖം നഷ്ടപ്പെടുന്നത് UDF-ലാണ്. കാരണം 2012 ഒരു മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന്റെ മണ്ഡലമായ കോന്നിയിൽ ഒരു 19 വയസ്സുകാരനെ SFI പ്രവർത്തനം തല്ലിച്ചതച്ചാണ് ജീവിതം തകർത്തിട്ട് 4.5 വർഷക്കാലം അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ട് മാത്രമല്ല ആ ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്ത ഒരു സർക്കാരാണ് UDF ഭരിച്ചത്. പിന്നെ അയാൾക്ക് നീതി കിട്ടാനായിട്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച അക്കാലത്ത് അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ കാര്യമാണെങ്കിൽ എന്ത് നീതി കിട്ടി? ആ നീതിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ന് ആ ജയകൃഷ്ണൻ എന്നോട് ഇപ്പോൾ ഒരു ചർച്ചയിലുണ്ടായിരുന്നു. ജീവനോടെ ആ മനുഷ്യൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? അദ്ദേഹം അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. ചെന്ന് ആ പരാതി കൊടുത്തു. നിലവിൽ അയാളെ വെള്ളപൂശിയ റിപ്പോർട്ട് മാറ്റിവെക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് ഈ ചെറുപ്പക്കാരൻ്റെ രീതിയിലുള്ള നിവേദനത്തിനനുസൃതമായ രീതിയിൽ നടപടി സ്വീകരിക്കാൻ ഉത്തരവ് കൊടുത്തു. ആ ഉദ്യോഗസ്ഥൻ അടുത്ത ദിവസം തന്നെ അതിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ജയകൃഷ്ണൻ തണ്ണിത്തോടിന് UDF-ന്റെ കാലത്ത് ഒരു ദുരനുഭവം ഉണ്ടായി. 9 വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ അത് അദ്ദേഹം തന്നെ പോയി നേരിട്ട് ബോധ്യപ്പെടുത്തി. അപ്പോൾ പഴയ സ്വന്തം വകുപ്പിൽ തന്നെ ഈ പറയുന്ന മധു ബാബുവിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടുകൾ മാറ്റിവെക്കൂ, ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കൂ എന്ന് നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുന്നു. ഇതൊക്കെ റെജി ലൂക്കോസിന് അഭിമാനകരമായി തോന്നുന്നുണ്ടാകാം. ഇതൊരു ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ മാത്രം പ്രശ്നമല്ല. ജയകൃഷ്ണൻ തണ്ണിത്തോടിന് നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു വിഷയവുമല്ല. മുഖ്യമന്ത്രി ഒരു നിവേദനം ഗൗരവത്തോടെ പരിഗണിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തോട് പറഞ്ഞുവെങ്കിൽ അവിടെ തീർക്കുന്ന ഒരു വിഷയവുമല്ല ഇതിപ്പോൾ ഒരു പൊതു താല്പര്യം ഉൾപ്പെട്ട വിഷയമാണ്. ഇത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികളുടെ പ്രവാഹത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ വ്യക്തതയോടുകൂടി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അത് ജനങ്ങളെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള പ്രതികരണത്തിലൂടെ തന്നെയാണ് നിർവഹിക്കപ്പെടേണ്ടത്. അതെന്തേ ഉണ്ടാകുന്നില്ല? അതിലെ അമാന്തം ആരെ രക്ഷിക്കാൻ? ഒരു മിനിറ്റ് സമയം തന്നാൽ ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെതിരെ നടപടി സ്വീകരിക്കുകയും പൗരന്റെ മേൽ മേക്കിട്ട് കയറുകയും ചെയ്യുന്ന ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ദുഷ്ടന്മാരായ ഉദ്യോഗസ്ഥന്മാരെ 108 പേരെ പിരിച്ചുവിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 19ഓളം ഉരുട്ടിക്കൊരു 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായി. ഒരു കോൺസ്റ്റബിളിന്റെ പേര് നടപടി ഉണ്ടായിട്ടില്ല. അതേ ആദ്യം മുഖ്യമന്ത്രി ആകുമ്പോഴാണ് ഉദയകുമാറിനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഭീകരമായ UDF-ഉം LDF-ഉമായുള്ള താരതമ്യം അവിടെ നിൽക്കട്ടെ.